Game on! Now game on with Kiko! And get your power mode on! If you have not experienced the same, download the game! Available on Google Play. ഓ അല്ല കൊക്കായിരുന്നോ കള്ളൻ? സോറി. ലൈബ്രറിയാണ്. അത് ഞങ്ങൾക്ക് അറിയാം. ഞങ്ങളിത് മ്യൂസിയം ആണെന്നൊന്നും പറഞ്ഞില്ലല്ലോ. ശബ്ദം വേണ്ട. ഞങ്ങളിങ്ങനെ ശബ്ദമില്ലാതെ വിളിച്ചു കഴിഞ്ഞാൽ സോർദാർ പിന്നെ എങ്ങനെയാ അത് കേൾക്കുന്നത്? എന്താണ് കാര്യം? നീ എന്താ ഇവിടെ ചെയ്യുന്നേ? ഡിറ്റക്റ്റീവ് നോവൽ വായിക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നത് എനിക്ക് ഡിറ്റക്റ്റീവ് ആവാൻ കഴിയുമെന്നാണ്. പുകയുന്ന മണം. ലൈബ്രറിയിൽ തീ പിടിച്ചിട്ടുണ്ട്. ഇത് ലൈബ്രറിയാണ്. തീ പിടിച്ചിട്ടുണ്ടെന്ന് നിങ്ങളെങ്ങനെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിലവിളിക്ക്. നിങ്ങൾക്ക് എന്താ ഇതൊന്നും അല്ലാതെ വേറൊന്നും പറയാൻ അറിയില്ലേ? എല്ലാരും വേഗം പുറത്തേക്ക് ഓടിക്കോ. ലൈബ്രറിയിൽ മുഴുവൻ തീ പിടിക്കാൻ പോവാണ്. സോർദാറേ, തീ പിടിച്ചെങ്കിൽ പുറത്തേക്കാ പോണ്ടത്, അല്ലാതെ അകത്തോട്ടല്ല. സംശയമുണ്ടോ? ഇവനെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോ. എടാ, തീ പിടിച്ചെങ്കിൽ പുറത്തേക്ക് വാടാ. ഇല്ല, എനിക്ക് ലൈബ്രറി തീ പിടിച്ചൊന്നും രക്ഷിക്കണം. ഇതെങ്ങനെയാ സംഭവിച്ചത്? ഞാൻ മണം പിടിച്ച് കണ്ടെത്താം. വിടാനാ പറഞ്ഞത്. ഇവൻ അയ്യോ, തീ പിടുത്തുണ്ടായിരുന്നെങ്കിൽ പുകയെങ്കിലും കാണുമായിരുന്നില്ലേ? ഇവിടെയാണെങ്കിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ട് തോന്നുന്നില്ല. ജോർദാറിന്റെ മണം പിടിക്കാനുള്ള കഴിവ് അപാരമാണ്. ഇത് കുറച്ചു മുമ്പ് കത്തിപ്പിടിച്ചതായിരിക്കും. ഇത് ചന്ദനത്തിരിയാ. ഇതിന്നായി പുക മുഴുവനും വന്നത്. എന്നിട്ടാണോ നീ തീ പിടിച്ചെന്ന് പറഞ്ഞത്? ഞാൻ പറഞ്ഞത് തെറ്റല്ല. ഇതാ ഇതിൽ തീയുമുണ്ട്, പുകയുമുണ്ട്. പതുക്കെ പറയേ, ഇത് ലൈബ്രറിയാണ്. സോർദാറേ, നിന്റെ ഈ ഡിറ്റക്റ്റീവ് ആകാനുള്ള പ്രാന്ത് കൊണ്ട് നമ്മളെല്ലാവരും ഇടി വാങ്ങിച്ചപ്പോ കൂട്ടിയനെ. സംശയമുണ്ടോ? സോറി കൂട്ടുകാരെ, ഞാൻ കണ്ടുപിടിച്ച കാര്യം കൃത്യമായിരുന്നില്ലേ? അവിടെ തീയും ഉണ്ടായിരുന്നു, പുകയും ഉണ്ടായിരുന്നു. എനിക്ക് ഡിറ്റക്റ്റീവ് ആവാൻ കഴിയാം. നീ ഇപ്പൊ എന്തായാലും നീ ആയിട്ടിരിക്കും. ഡിറ്റക്റ്റീവ് ആവാനേ വേറെ കുറച്ച് കഴിവുകളൊക്കെ വേണം. അയ്യോ, കള്ളൻ കള്ളൻ, എന്റെ ബാഗ് കള്ളാ. വേഗം വാ, നമുക്ക് ആ കള്ളനെ പിടിക്കണം. അവൻ തന്നെ രക്ഷപ്പെട്ടു. ഡിറ്റക്റ്റീവ് സോർദാർ അവനെ സൂം ചെയ്ത് പിടിക്കും. ഈ വഴിയാണ് പോയത്. നിനക്ക് നല്ല മണം പിടിക്കാനുള്ള കഴിവുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ പറയണ്ടായിരുന്നോ മുമ്പിൽ വെള്ളം ഉണ്ടെന്നുള്ള കാര്യം. ഇനി എന്തിങ്ങനെ വലിച്ചു കയറ്റുന്നത്? നമ്മളിതാ തെന്നി താഴെ വീണില്ലേ? എടാ, ഞാൻ കള്ളനെ മണം പിടിക്കുകയാണ്. അവൻ അങ്ങോട്ടാണ് പോയത്.
മണം കൂടുതലായിട്ട് വരുന്നുണ്ട്. കള്ളൻ ഇവിടെ തന്നെ ഉണ്ട്. Game on. Now game on with Kiko. And get your power mode on. If you have not experienced the same, download the game. Available on Google Play. മണം പോകുന്നുണ്ട്. അത് അവൻ തന്നെയാണ്. കൊച്ചലിയ അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഞാനല്ല. അയ്യോ, ഞാൻ പറയുന്നത് കേക്ക്. ഒന്ന് നിർത്ത്. ഹണി നിർത്ത്. എടാ ഇത് കള്ളൻ എന്ന് വിളിച്ചു പറഞ്ഞ ആളാടേ. ഒരു വശത്ത് എന്റെ ബാഗ് മോഷണം പോയി. ദാ ഇപ്പൊ ഇടിയും കൊണ്ടു. സോറി. തെറ്റായിട്ടുള്ള ആളുടെ ഗന്ധമാണ് എനിക്ക് കിട്ടേണ്ടത്. പക്ഷെ ആ ഗന്ധം നിങ്ങളുടെ എങ്ങനെയാണ് വന്നത്? അവന്റെ കർച്ചീഫ് എന്റെ കയ്യിലുണ്ട്, അതുകൊണ്ടായിരിക്കാം. കണ്ടോ, ഞാൻ ശരിക്കുള്ള കാര്യം തന്നെയാണ് പറഞ്ഞത്. തെറ്റ് ഇയാളുടേതാണ്. ഇയാളെന്തിനാണ് കള്ളന്റെ കർച്ചീഫുമായിട്ട് ഓടിയത്? നീ പറഞ്ഞത് ശരിയാ, പക്ഷെ കള്ളൻ രക്ഷപ്പെട്ടില്ലേ? നിങ്ങൾ വേഗം പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്യൂ. ആ കള്ളന്റെ പുറകെ ഓടാനും പറ്റിയില്ല, എന്റെ കാശും പോയി. എങ്ങോട്ട് പോയിട്ടില്ല, ഞാൻ കണ്ടെത്തി തരാം. നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ആ കർച്ചീഫ് ഇങ്ങോട്ട് തരൂ. അവൻ അങ്ങോട്ടാണ് പോയത്. വേഗം വരൂ. നിങ്ങൾ നിങ്ങളുടെ പേരും അഡ്രസ്സും പോലീസ് സ്റ്റേഷനിൽ കൊടുത്തേക്ക്. കള്ളനെ കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ ഞങ്ങൾ അറിയിക്കാം. സംശയമുണ്ടോ? സംശയിക്കേണ്ട കാര്യം ഒന്നും തന്നെയില്ല. നമ്മൾ അവനെ പിടിച്ചിരിക്കും. നമുക്ക് വേഗം പോകാം, എന്നിട്ട് അവനെ പിടികൂടാം. വരൂ. എന്ത് പറ്റി സോർദാറേ? അതൊന്നുമില്ല, നമുക്ക് വേറെ സ്ഥലത്ത് ചെക്ക് ചെയ്ത് നോക്കാം. എടാ നിക്കടാ അവിടെ. എടാ നിക്കടാ. ആ ഇതുവഴി അതാ പോകുന്നു. കൊടയും മറിച്ച് രക്ഷപ്പെടാൻ നോക്കുകയാണ്. ഇന്ന് അവനെ ശരിയാക്കിയിട്ട് തന്നെ കാര്യം. എന്റെ കൈ മുറിഞ്ഞു. അയ്യോ, എനിക്ക് വേദനിക്കുന്നേ. സോറി ചേച്ചി, സോറി. കള്ളൻ വേഷം മാറി ഇത്ര പെട്ടെന്ന് പെണ്ണായോ? അയ്യോ. എടാ മര കഴുതേ, ഇതൊരു പെണ്ണ് തന്നെയാ. രാവിലെ എന്റെ പെർഫ്യൂം ബാഗ് കാണാത്ത സങ്കടത്തിലിരിക്കുമ്പോഴാ ഇപ്പൊ നിങ്ങൾ എന്നെ. സോറി, ഞങ്ങളോട് ക്ഷമിച്ചേക്ക്. ഞങ്ങൾ കളിക്കുകയായിരുന്നു, അറിയാതെ ഒന്ന് മുട്ടിപ്പോയതാണ്. ഞങ്ങളോട് ക്ഷമിക്കൂ. എടാ നീ ഇങ്ങനെയാണോ ഡിറ്റക്റ്റീവ് ആവുന്നേ? അതേ മണം തന്നെയായിരുന്നു. കള്ളനും ഈ പെർഫ്യൂം തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. എനിക്കാണെങ്കിൽ കളി വല്ലാണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു. സോർദാറെ, നീ ഒന്നുകൂടെ ഒന്ന് ശ്രമിച്ചു നോക്ക്. ഇതുവഴി ഇനി നന്നായി തീരുമാനിക്കാതെ ഒരു അറ്റാക്ക് നമ്മൾ നടത്തില്ല. സംശയമുണ്ടോ? ഇല്ല, ആ കള്ളനെ നമ്മൾ തന്നെ അന്വേഷിക്കും. സോർദാറെ, എന്നാ നമുക്ക് തുടങ്ങിയാലോ? ഇവിടെ നിന്നാണ് മണം വരുന്നത്. ഞാൻ മുകളിൽ കയറി നോക്കിയിട്ട് വന്നേക്കാം. ഞങ്ങള് പോയി നോക്കിയിട്ട് വരാം. ഇവിടെ ഒന്നുമില്ല. അങ്ങനെ ദാ ഇപ്പൊ രാത്രിയായി, എന്നിട്ട് കള്ളനെ ഇതുവരെ പക്ഷേ കിട്ടിയില്ല. ഒന്നുമില്ലെങ്കിലും നമ്മളിപ്പോ വീട്ടിൽ എത്തിയില്ലേ? ഇതും കൂടെ ബാക്കിയോട്ട് കൂട്ടുകാരേ. എന്ത്? അപ്പൊ കള്ളൻ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടോ? ഇല്ല, കന്നാസാറിന്റെ വീട്ടിൽ നിന്നാണ്. മതി സോർദാറെ, കന്നാസാറിന്റെ വീട്ടിലെ എല്ലാ ലൈറ്റുകളും ഓണായി കിടക്കുക. കള്ളനെ കണ്ടെങ്കിൽ അയാൾ ഒച്ച വെക്കില്ലേ? എന്നെ വിശ്വസിക്കേ, ഒരു ലാസ്റ്റ് ചാൻസ് പ്ലീസ്. ശരി, എന്നാ എന്നാ വാ. വാ.
അതാ നിൽക്കുന്നു. ഇവിടെ എങ്ങും ആരുമില്ല. നീ നിന്റെ മൂക്കുകൊണ്ട് ഡോക്ടറിനെ കാണിക്കേ. കള്ളൻ, ഇവൻ തന്നെയാണ് കള്ളൻ. ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. തിരക്കുള്ള പണി ഞാൻ ഇപ്പൊ തന്നെ തരാം. ഈ ജനലിലൂടെ ഇപ്പൊ പുറത്തു പോകുന്നതാണ് തൽക്കാലം നല്ലത്. പിടിക്കവനെ, രക്ഷപ്പെടാൻ അനുവദിക്കരുത്. താങ്ക് യു കുട്ടികളെ, നിങ്ങൾ കൃത്യസമയത്ത് തന്നെ എത്തി. കണ്ടോ ഡിറ്റക്ടീവ് ജോർദാറിന്റെ കളി? ഞാൻ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കില് ഇവ എല്ലാം ഇവിടെ നിന്ന് മോഷിച്ചോണ്ട് പോകുമായിരുന്നു. വാച്ച്മാൻ ഉറങ്ങിയതുകൊണ്ട് കള്ളൻ വീട്ടിൽ വട്ടമിട്ടു. എന്നാൽ സോർദാറിന്റെ മണം പിടിക്കാനുള്ള കഴിവുകൊണ്ട് രക്ഷപ്പെട്ടു. അടികൈ. ഈ കള്ളനെ വേഗം പോലീസിൽ പിടിച്ചേൽപ്പിക്കണം. സംശയമുണ്ടോ? എടാ കഴുത, അവനെ പിടിച്ചില്ല പിന്നെ എന്തിനാ നീട്ട് ഇടിക്കുന്നേ? രാവിലെ തൊട്ട് മനുഷ്യനിട്ട് ഓടിക്കാൻ ഇവൻ. ഖന്ന സാറിന്റെ വീട്ടിൽ നിന്ന് കിട്ടുമെന്ന് അറിയായിരുന്നെങ്കിൽ നമ്മളോട് ഇക്കാര്യം ആദ്യമേ തന്നെ പറയായിരുന്നില്ലേ? നാളെ ഞാൻ അമ്പലത്തിൽ പോയിരിക്കും. ഹണി എപ്പോഴും കഴുതയായിരിക്കും. അടികൈ. ആഹാ, ആ പറഞ്ഞത് കറക്റ്റ് ആണ്. ഇനി അടികൈ.